അടുപ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം ഒന്ന് കരിഞ്ഞാൽ അതിന്റെ മണം അറിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഗ്യാസ് ഒന്ന് ലീക്കായാൽ അത് മണക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ അപകടം ഒന്ന് ഓർത്തു നോക്കൂ. കോവിഡിന് ശേഷം നമ്മൾ പലരും അനുഭവിച്ചതാണ് രുചിയും മണവും ഒക്കെ പോയത്. മണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. 2019 കോവിഡിന് ശേഷമാണ് രുചിയും മണവുമില്ലാതെ നമ്മളിൽ ഒരുപാട് പേർ ബുദ്ധിമുട്ടിയത്. പലർക്കും അതിനുശേഷം ഇതുവരെ മണം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടി OPയിൽ എത്താറുമുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ മണം ഇല്ലാതാവുക? ENT അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മൂക്കിലെ അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ്, അതുപോലെ വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ഉള്ളവർ, മൂക്കിൽ ദശ നിറയുന്നവർ, ഇവർക്കൊക്കെ മണം അറിയാൻ പ്രയാസം നേരിടാറുണ്ട്. പിന്നെയുള്ളത് വൈറൽ ഇൻഫെക്ഷൻസ്. കോവിഡ് പോലെയുള്ള വൈറൽ അണുബാധകൾ മണം അറിയാനുള്ള ശേഷി കുറയ്ക്കുന്നു. പിന്നെയുള്ളത് തലക്കേൽക്കുന്ന ക്ഷതവും മണം അറിയാനുള്ള കഴിവ് നന്നേ കുറയ്ക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മണം അറിയാത്തതിന് അനോസ്മിയ എന്ന് മെഡിക്കൽ ഭാഷയിൽ പറയുന്നു. എന്നാൽ ഈ മണം അറിയുന്നതിൻ്റെ കഴിവുണ്ട്, എന്നാൽ നേരത്തെ അത്രയും ഇല്ല. ഇതിനെ ഹൈപ്പോസ്മിയ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് റോസാപ്പൂ മണക്കുമ്പോൾ പെട്രോളിന്റെ മണമായിരിക്കും തോന്നുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിനെ പെരോസ്മി എന്ന് പറയും. നമുക്ക് മണം അറിയാനുള്ള ഓൾഫാക്ടറി സെൽസ് നമ്മുടെ മൂക്കിന്റെ മുകൾ ഭാഗത്തായിട്ടാണുള്ളത്. ഇവിടെ നിന്നാണ് സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്തുന്നത്. അലർജിയും പോളിപ്പുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് മൂക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ സിഗ്നലുകൾക്ക് ബ്രെയിനിൽ എത്താൻ തടസ്സം നേരിടുന്നു. അതുകൊണ്ടാണ് ഇക്കൂട്ടർക്ക് മണം അറിയാത്തത്. അപ്പോൾ ഈ ഓൾഫാക്ടറി സെൽസിൽ നിന്ന് ഓൾഫാക്ടറി ഫിലമെന്റ്സ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന ചെറിയ എല്ലിലുള്ള ദ്വാരങ്ങൾ വഴി തലച്ചോറിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ എവിടെ തടസ്സം നേരിട്ടാലും മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ഈ പോയ മണത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. അലർജിയും സൈനസൈറ്റിസും ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം മൂക്കിനുള്ളിലെ സലൈൻ നേസൽ വാഷാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം നല്ലവണ്ണം തിളപ്പിച്ചാറിക്കുക. ഒരു 10 ml സിറിഞ്ച് ഉപയോഗിച്ച് ഈ വെള്ളം വലിച്ചെടുത്ത് 2 മൂക്കും നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു വാഷ് ബേസിന്റെ മുന്നിൽ നിന്ന് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെയും വൈകിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മൂക്കിലുള്ള ഡേർട്ടും ഡസ്റ്റും മറ്റു വൈറസും ബാക്ടീരിയയും ഒക്കെ നന്നേ കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെ സലൈൻ വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം അലർജിക്ക് ഉപയോഗിക്കാനായി ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന നെയ്സൽ സ്പ്രേസ്, പ്രത്യേകിച്ചും സ്റ്റിറോയിഡ് അടങ്ങിയ നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്താൽ തന്നെ അലർജി ഉള്ളവർക്ക് മണം സാധാരണഗതിയിൽ തിരിച്ചു വരാറുണ്ട്. അലർജി മാത്രമല്ലല്ലോ മണം അറിയാതിരിക്കാനുള്ള കാരണം. അപ്പോൾ മറ്റുള്ളവയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെയ്സൽ സ്പ്രേയും സലൈൻ വാഷും കൂടാതെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ എത്താൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മണം അറിയാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ സാധാരണ കൊടുക്കുന്ന ചില സപ്ലിമെന്റ്സ് ഉണ്ട്. ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ മണം തിരിച്ചു വരുന്നതായിട്ട് രോഗികൾ റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവ വൈറ്റമിൻ C, വൈറ്റമിൻ D, പിന്നെ വൈറ്റമിൻ B1, അതേപോലെ തന്നെ സിങ്ക്, പിന്നെ ആൽഫ ലൈപ്പോയിക് ആസിഡും omega-3 ഫാറ്റി ആസിഡും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സാധാരണ സപ്ലിമെന്റ്സ് ആയിട്ട് കൊടുക്കാറ്. എന്നാൽ ഇതൊക്കെ നമുക്ക് പല പല ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് കിട്ടും. എന്നാൽ ആവശ്യത്തിന് വേണ്ടത്ര ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും സീ ഫുഡ്സ്, നമ്മൾ സാധാരണ കഴിക്കുന്ന സാൽമൺ, മത്തി തുടങ്ങിയ മീന്, പിന്നെ നട്ട്സ്, പ്രധാനമായും സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതുപോലെ തന്നെ ക്യാരറ്റ്, സ്പിനാച്ച്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾ, ചിക്കൻ, എഗ് യോക്ക്, ഇത്തരം സാധനങ്ങൾ, ഞാൻ ഈ പറയുന്ന 6 സാധനങ്ങൾ കിട്ടാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇത് മാറി മാറി ഉൾപ്പെടുത്തിയാൽ സപ്ലിമെന്റ്സിൽ നിന്ന് മാത്രമല്ല, നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മണം തിരിച്ചു വരാനായിട്ട് ചെയ്യേണ്ടത് സ്മെൽ റീട്രെയിനിങ് തെറാപ്പിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് 4 പ്രധാനപ്പെട്ട സ്മെല്ലുകൾ, അത് 4 ഫ്ലേവറിലുള്ളതാണ്, ഇടയ്ക്കിടെ ഒന്ന് മണത്ത് നോക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് സാധാരണ പറയാറുള്ളത് റോസ്. ഇതൊരു ഫ്ലോറൽ സ്മെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലെമൺ, ഇതൊരു ഫ്രൂട്ടി സ്മെല്ലിന്റെ മണം നമുക്ക് തരുന്നു. പിന്നെ യൂക്കാലിപ്റ്റസ്, ഒരു റെസിനസ് സ്മെല്ലിന്റെ ഫ്ലേവറാണിത്. അതേപോലെയുള്ളത് സ്പൈസി ഫ്ലേവർ കിട്ടാനായിട്ട് ക്ലോവ്.
നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മണത്ത് നോക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെയൊക്കെ എസെൻഷ്യൽ ഓയിൽ വാങ്ങാൻ കിട്ടും. ഇതൊന്ന് വാങ്ങിച്ച ശേഷം 1-2 തുള്ളി ഒരു ചെറിയ പാത്രത്തിൽ ഒരു പഞ്ഞി വെച്ച ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒരു 15 സെക്കൻഡിൽ വളരെ പതുക്കെ ഒന്ന് മണത്ത് നോക്കാം. വളരെ ഹാർഡായിട്ട് നമ്മൾ എന്ന് വലിച്ചു കയറ്റിയാൽ ചിലപ്പോൾ തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ എടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് സ്നിഫ് ചെയ്യാം. ഒരു മണം വാസനിച്ച ശേഷം ഒരു 30 മുതൽ 60 സെക്കൻഡ് ബ്രേക്ക് എടുത്ത ശേഷം അടുത്ത സ്മെല്ലിലേക്ക് പോകാൻ. അങ്ങനെ മാറി മാറി രാവിലെയും വൈകിട്ടും ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. ഈ 4 സാധനങ്ങൾ മാത്രമാണോ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ സ്മെല്ല് ചെയ്യേണ്ട സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പേ ഇതിൻ്റെയൊക്കെ മണം അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മുടെ തലച്ചോറിന് ഇതിൻ്റെ ഒരു ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് മുമ്പ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ മണം ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 4 സാധനങ്ങൾ രാവിലെയും വൈകിട്ടും തുടർച്ചയായി ഒരു 3 മാസം ചെയ്തുകൊണ്ടേയിരിക്കുക. നിശ്ചയമായും നിങ്ങൾക്ക് മണം അറിയാനുള്ള ശേഷി തിരിച്ചു വരും. ചില ആളുകളിൽ ഇത് കുറേയും കൂടി കാലമെടുത്തേക്കാം. ഒരു നെർവ് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു സമയം 18 മാസമാണ്. ഈ ഒരു കാലയളവിൽ ഇത് ചെയ്യാനുള്ള ക്ഷമ നമ്മൾ കാണിക്കണമെന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ 4 മണങ്ങൾ കൂടാതെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കായപ്പൊടി, കാപ്പിപ്പൊടി തുടങ്ങിയവയൊക്കെ ഇങ്ങനെ സ്മെല്ല് തിരിച്ചു വരാനായിട്ട് ഉപയോഗിക്കാം. ചിലപ്പോൾ രോഗികൾ പറയുന്ന ഒരു പ്രശ്നം, ഡോക്ടറെ ഇങ്ങനെ ചെയ്യുമ്പോൾ റോസാപ്പൂ മണത്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്രോളിൻ്റെ സ്മെല്ലാണ് കിട്ടുന്നത്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പരോസ്മി എന്ന അവസ്ഥ. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെട്രോളിൻ്റെ സ്മെല്ലൊന്ന് ഓർക്കാൻ അപ്പോൾ തന്നെ ഈ പെട്രോൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മണത്തി നോക്കാം. ഇതൊന്ന് ബ്രെയിനിൽ വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇതാണ് പെട്രോളിൻ്റെ സ്മെല്ല്, ഞാൻ മണത്തിയത് റോസാപ്പൂവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്തെടുക്കുകയാണ് ഈ സ്മെൽ റീട്രെയിനിങ് തെറാപ്പി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ഷമയോടുകൂടി ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ മണം അറിയാനുള്ള ശക്തി കൂടിക്കൂടി വരും. അപ്പോൾ മണം അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ സ്റ്റെപ്പ് സലൈൻ വാഷ്, അലർജി ഉള്ളവരാണെങ്കിൽ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് ഉപയോഗിക്കാം. പിന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ട സപ്ലിമെന്റ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B1, പിന്നെ സിങ്ക്, ആൽഫ ലൈപ്പോയിക് ആസിഡും omega-3 ഫാറ്റി ആസിഡ്. അത് കഴിഞ്ഞുള്ളതാണ് സ്മെൽ റീട്രെയിനിങ് തെറാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്മെല്ലുകൾ തുടർച്ചയായി ഒരു 30 മുതൽ 60 സെക്കൻഡ് ഇടവേളകളിട്ട് രാവിലെയും വൈകിട്ടും 3 മാസത്തോളം മണത്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ സ്മെല്ല് തിരിച്ചു വരും. കോവിഡ് കാലത്ത് ഈ മണം തിരിച്ചറിയാൻ വയ്യാതെ നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അത് എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.